ഹേയ് ഹലോ. അപ്പോൾ ഞാൻ എന്തായാലും യൂണിഫോമിൽ നിന്നൊക്കെ എനിക്ക് തോന്നും, കാരണം ഞാനിപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നുള്ളൂ. ഇന്ന് നമുക്ക് ഇൻറ്റേർണൽ എക്സാമിനേഷൻ ആയിരുന്നു. ഇന്ന് 2 എക്സാം ഉണ്ടായിരുന്നു, ഒന്ന് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും പിന്നെ EDP. അപ്പോൾ നമ്മൾ വിചാരിക്കും ചേച്ചി ലോ പഠിച്ചിട്ട് എന്താ BCom സബ്ജക്റ്റിന്. ഞാൻ പഠിക്കുന്നത് BCom LLB ആണ്. അപ്പോൾ അതുകൊണ്ട് BCom സബ്ജക്റ്റും ഉണ്ട്, ലോ സബ്ജക്ട്സും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയാസിനമൈഡ് സ്റ്റെറിലെ ഡാം ഡോക്കിൻ്റെ അതിനെ കുറിച്ച് പറയാമെന്ന് വെച്ചു. എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണിത്. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. ഒരു ബോട്ടിൽ എൻ്റെ വീട്ടിലാണ്, അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലായതുകൊണ്ട് അതെടുത്തിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ 2ാമത്തെയാണ്. അതെൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആയിട്ട് അത്രയും എൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ ഇതിൻ്റെയാണ് ഇന്നത്തെ റിവ്യൂ എന്ന് പറയണത്. ഇത് ഞാൻ മേടിച്ചത് ഒരു 2 മാസം മുൻപാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അന്ന് 285 രൂപയ്ക്ക് എന്താ ഞാൻ മേടിച്ചതെന്ന് തോന്നുന്നു ഡാം ഡോക്കിന്. ഇത് 10% നിയാസിനമൈഡ് സെറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾ സ്കിൻ ടൈപ്പാണ്. പക്ഷേ ചില സ്കിന്നിന്, ചില സെൻസിറ്റീവ് സ്കിൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് നിയാസിനമൈഡ് യൂസ് ചെയ്യല്ലേ, അപ്പോൾ നമ്മുടെ ചില സ്കിൻ ടൈപ്പിനൊന്നും ചേരില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഈ സെറം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എവിടെയാണ് ചേച്ചി പാച്ച് ടെസ്റ്റ് ചെയ്യണത്, എങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നതൊക്കെ. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു 3 സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗമില്ലേ, നമ്മുടെ ഫേസിനും കഴുത്തിൻ്റെ ഈ ഒരു പോർഷൻ, അവിടെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ചെവിയുടെ ബാക്കിലില്ലേ, അവിടെ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഫേസിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. പിന്നെ ഈ കഴുത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ ഇതിൻ്റെ കൈ ഈ ചെവിയുടെ ബാക്കിൽ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ കൈയുടെ ഇവിടെയും നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 3 ഭാഗങ്ങളാണ് മെയിനായിട്ട് ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാറുള്ളത്. കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തത്. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ നിയാസിനമൈഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ആദ്യം 5% മേടിച്ച് യൂസ് ചെയ്ത് നോക്കി, എന്നിട്ട് കൂട്ടി കൊണ്ടുവന്നാലും കുഴപ്പമില്ല. ഞാനിത് 10% തന്നെ യൂസ് ചെയ്യണത്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഹൈഡ്രോളിക് ആസിഡില്ലേ, അതും ഇതും കൂടെ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. നമ്മുടെ സ്കിന്നിലുള്ള ഈ ഡാർക്ക് സ്പോട്ട്, ഭയങ്കര ഓയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ തോന്നുമ്പോൾ ഡ്രൈ സ്കിന്ന് യൂസ് ചെയ്യാൻ പാടില്ല. ഡ്രൈ സ്കിന്ന് യൂസ് ചെയ്യാം. മറ്റേ ഗ്ലൈക്കോളിക് ആസിഡ് ചേർത്തിട്ട് യൂസ് ചെയ്താൽ മതി, മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്തിൻ്റെയും കൂടെ ഇത് മിക്സ് ആക്കട്ടെ, എന്ത് ആസിഡിൻ്റെ ആണെങ്കിലും സാലിസിലിക് ആസിഡായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ ഏതായാലും കുഴപ്പമില്ല. അപ്പം ഞാനിത് നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. മോർണിംഗ് ആയാലും നൈറ്റ് ആയാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് നൈറ്റാണ് യൂസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് ഓൾ സ്കിൻ ടൈപ്പാണ് ഞാൻ പറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഫേസ്, ഇപ്പം നൈറ്റ് സ്കിൻ കെയറിലാണെങ്കിലും മോർണിംഗ് സ്കിൻ കെയറിലായാലും നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു 3 or 4 ഡോട്ട്സ് എടുക്കാം. എന്നിട്ട് എടുത്തിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഫേസിൽ ഇങ്ങനെ ആക്കിയിട്ട് ആക്കാം. പക്ഷെ ഞാനെപ്പോഴും കയ്യിൽ ആക്കിയിട്ട് പിന്നെ ഡോട്ടായിട്ട് ആക്കുക ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളൊരു 3 to 5 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ മുഖത്തോ ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ഡോട്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് മൈൽഡായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഫേസിൽ എല്ലായിടത്തും ആക്കാം കേട്ടോ. എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കാതെ. പിന്നെ മോർണിംഗ് ആണെങ്കിലും ഇപ്പോൾ വെയിലത്ത് ഇപ്പോൾ പോകണോടൊക്കെ വല്ല പ്രശ്നം ഉണ്ടോയെന്ന് തോന്നും. വെയിലത്ത് പോകണോടൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഡ്രോപ്പ് എടുത്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ പിന്നെ സൺസ്ക്രീൻ സാധാരണ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ഇനി 2 നേരം യൂസ് ചെയ്യുന്നവർക്ക് 2 നേരം അത് യൂസ് ചെയ്യാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസിന് ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാറാനായിട്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, പിന്നെ റെഡ്നെസ്, പിന്നെ ഫേസിൽ ഇച്ചിനെസ് ഉണ്ടാവുന്നതൊക്കെ മാറാനായിട്ടും, പിന്നെ നമ്മുടെ സ്കിൻ ടെസ്റ്റർ തന്നെ നല്ല രീതിയിൽ മാറും. പിന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനായിട്ടൊക്കെ നമ്മുടെ ഈ നിയാസിനമൈഡ് സെറം നല്ലതാ. എല്ലാ കമ്പനീസും എനിക്കറിയില്ല, ഡേം ഡോക്കിൻ്റെ ആണ് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യണത്. ഇത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടാ. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കി. നമ്മുടെ സ്കിൻ ടെസ്റ്റർ നല്ല രീതിയിൽ മാറും. ഭയങ്കര പിമ്പിൾസ് ഉള്ള ആക്നി ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ്. നല്ല രീതിയിൽ ഈ ആക്നെ ഇതൊക്കെ കൺട്രോൾ ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓയിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം എന്ന് വെച്ചാൽ ഭയങ്കര ഓയിൽ സ്കിന്നുള്ള ആൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. ഭയങ്കരമായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേസ് നല്ല റെഡ്നെസ് ഉണ്ടായിരുന്നു, ബ്ലഷ് ഇട്ട പോലെ എൻ്റെ ഫേസിൽ ഇവിടെയൊക്കെ. പക്ഷെ എനിക്കിപ്പോൾ നോക്കുമ്പോൾ പറയാം ഇവിടെ ചെറുതായിട്ടുണ്ട്, ബാക്കിയൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. റെഡ്നെസ്സൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫേസിൽ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സൺ ഡാമേജൊക്കെ, നമ്മുടെ ഈ വെയിലൊക്കെ അടിച്ച് സ്കിന്നൊക്കെ ഡാമേജ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യണതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിർത്താനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ഏജിങ് ഒക്കെ തോന്നില്ല, ഇങ്ങനെ wrinkles ഒക്കെ വന്ന്. അപ്പം അതൊക്കെ പോയിട്ട് മറ്റേ ഏജിങ് ഒക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടും wrinkles ഒക്കെ വന്ന് നമ്മുടെ ഫേസ് ഭയങ്കര ഏജ് ആയിട്ട് തോന്നിക്കാറുണ്ട്. അപ്പം അതൊക്കെ മാറാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണിത്. അപ്പം നിങ്ങളിതൊന്ന് യൂസ് ചെയ്തൊക്കെ മേടിച്ചിട്ടാ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഭയങ്കര സ്പീഡുള്ള പോലെ തോന്നുന്നുണ്ടോ? ഒന്നാമത് ഞാനൊരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് തന്നെ തൃശ്ശൂർ സ്ലാങ് അറിയാലോ, കുറച്ച് സ്പീഡാണ്. അപ്പോൾ ഇനി മനസ്സിലാവുന്നില്ലെങ്കിൽ ചേച്ചി ഒന്ന് സ്പീഡ് കുറച്ച് പറയും എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സ്പീഡ് കുറച്ച് പറയാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഞാൻ എങ്ങനത്തെ ടൈപ്സ് ഓഫ് വീഡിയോസാണ് ഇടേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒന്ന് ഫോക്കസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബായ്. ഞാൻ പോയിട്ട് ഫ്രഷ് ആവണം, ഇനി മറ്റന്ന് എക്സാം ഉണ്ട്, പോയി പഠിക്കണം. എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇത് ഏതാ ഷെയ്ഡ് എന്നൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കി നോക്കിട്ടാ. നല്ല ഷെയ്ഡാണ്. എനിക്ക് വീഡിയോയിൽ കറക്റ്റ് ക്യാമറയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ലൊരു ന്യൂഡ് പിങ്ക് ആണ്. ന്യൂഡ് പിങ്ക് ലവേഴ്സൊക്കെ ആണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബായ്.